ആരാധിക്കുവാനുള്ള ഉൾപ്രേരണയെ അടിച്ചമർത്തുകയോ കൃത്രിമത്വത്തിലേക്ക് വഴിതിരിച്ചു വിടുകയോ ചെയ്യരുത്. അത് വലിയ അപകടത്തിൽ ചെന്ന് ചേരും. ആരാധിക്കുവാനുള്ള മനുഷ്യൻ്റെ ഉൾപ്രേരണ സാർവത്രികമാകുന്നു. അതില്ലാത്ത ഒരു മനുഷ്യവർഗത്തെ പോലും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. എന്നാൽ ഈ ഉൾപ്രേരണയെ ശരിയായ വിധത്തിൽ കൈകാര്യം ചെയ്തിട്ടില്ലാത്ത ബഹുഭൂരിപക്ഷവും എന്തിനെ ആരാധിക്കണം, എങ്ങനെ ആരാധിക്കണം എന്നറിയാതെ തെറ്റിപ്പോയിട്ടുള്ളതാണ് നാം പൊതുവെ കാണുന്നത്. ഭൂമുഖത്ത് ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ആദ്യത്തെ ആരാധന ജീവനുള്ള സത്യദൈവത്തെ ആരാധിച്ചതായിരുന്നു. ആദ്യത്തെ ആരാധനാ സമൂഹവും ആരാധിച്ചത് ജീവനുള്ള സത്യദൈവത്തെ ആയിരുന്നു. അവിടെ നിന്നെല്ലാം കീഴ്പോട്ട് പോയി. ഇന്ന് നാം കാണുന്ന ആരാധനകൾ ഒരു പരിണാമത്തിലൂടെ ഈ സ്ഥിതിയിൽ എത്തിയതല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ നാം കാണുന്നതാണ് ആദ്യത്തെ ആരാധനയുടെ സൂചന. ആ കാലത്തെ യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി എന്നാണ് നാം അവിടെ വായിക്കുന്നത്. മനുഷ്യർ പ്രാചീനമായ ഏതോ രീതിയിലുള്ള ആരാധനാ രീതിയിൽ ആരംഭിച്ചിട്ട് ഇന്നത്തെ പോലുള്ള സംസ്കാരമുള്ള ആരാധനാ രീതിയിൽ എത്തിയതല്ല. ഏക സത്യദൈവത്തെ സത്യത്തിലും വിശുദ്ധിയിലും ആരാധിക്കുവാൻ ആരംഭിച്ചിട്ട് റോമാലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ മനുഷ്യൻ താണുപോയതാണ്. നാം റോമാലേഖനം 1-ാം അധ്യായത്തിൽ വായിക്കുന്നത്, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവം എന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു എന്ന്. ജീവനില്ലാത്തവയെ ആരാധിക്കുവാൻ മനുഷ്യൻ ആരംഭിച്ചത് ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ അറിയാത്തതുപോലെ ജീവിക്കുവാൻ താല്പര്യപ്പെട്ടതിനാലാണ്. ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാനുള്ള ആഗ്രഹത്തെ പരിപോഷിപ്പിക്കുവാൻ താല്പര്യമുള്ള സകലരുടെയും ആഗ്രഹത്തെ ദൈവം മാനിക്കും. അതിൻ്റെ വലിയൊരു ഉദാഹരണമാകുന്നു ദാവീദ് രാജാവിൻ്റെ ജീവിതം. നാം ദിനവൃത്താന്ത പുസ്തകങ്ങളാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 16-ാം അധ്യായം വരെ നാം പഠിച്ചു. 17-ാം അധ്യായത്തിന് 9-ാം വാക്യം വരെയും നാം ചിന്തിച്ചു. ഇന്ന് 1 ദിനവൃത്താന്തം 17-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 19-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ വരെ നമുക്ക് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. ആ ഭാഗം എടുത്താട്ടെ. 1 ദിനവൃത്താന്തം 17-ന്റെ 10. പതിനേഴാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം വരെ നാം ചിന്തിച്ചു കഴിഞ്ഞു. 10-ാം വാക്യം നോക്കിക്കാട്ടെ. ഞാൻ നിന്റെ സകല ശത്രുക്കളെയും അടക്കും, യഹോവ നിനക്കൊരു ഗൃഹം പണിയുമെന്നും ഞാൻ നിന്നോട് അറിയിക്കുന്നു. ദാവീദ് പറഞ്ഞത് ദൈവത്തിനൊരു ആലയം അഥവാ ഗൃഹം പണിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. എന്നാൽ ദൈവം പറഞ്ഞത്, ദാവീദേ, നിന്നെ കൊണ്ടത് സാധ്യമല്ല. നീ രക്തച്ചൊരിച്ചിൽ നടത്തിയ മനുഷ്യനാണ്, നിന്റെ കൈ രക്തം നിറഞ്ഞിരിക്കുകയാണ്. ദേവാലയം പണിയുവാൻ ഞാൻ നിന്നെ അനുവദിക്കുന്നില്ല. എന്നാൽ ഞാൻ നിനക്കൊരു ഗൃഹം പണിയും. ദൈവത്തിന് ഒരു ആലയം പണിയണമെന്ന ദാവീദിൻ്റെ ആ ഹൃദയവാഞ്ചയെ ദൈവം ആദരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്നിട്ട് അവന് പ്രതിഫലം നൽകുന്നു. എത്ര നല്ല ദൈവമില്ലേ! 11-12 വാക്യങ്ങളിൽ നാം കാണുന്നത്, നീ നിന്റെ പിതാക്കന്മാരുടെ അടുക്കൽ പോകേണ്ടതിന് നിന്റെ ജീവകാലം തികയുമ്പോൾ ഞാൻ നിന്റെ ശേഷം നിന്റെ പുത്രന്മാരിൽ ഒരുവനായ നിന്റെ സന്തതിയെ എഴുന്നേൽപ്പിക്കുകയും അവൻ്റെ രാജ്യത്വം സ്ഥിരമാക്കുകയും ചെയ്യും. അവൻ എനിക്കൊരു ആലയം പണിയും, ഞാൻ അവൻ്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. ഇത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരുവൻ ആരാണ്? അതെ, കന്യക മറിയയോടുള്ള ദൈവത്തിൻ്റെ ദൂത് നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ അവിടെ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും, അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. ദാവീദിനോട് ചെയ്ത ആ മഹത്തായ നിയമം കർത്താവായ യേശു ക്രിസ്തുവിൽ നിറവേറുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. 13-14 വാക്യങ്ങളിൽ നാം വായിക്കുന്നത് 17-ാം അധ്യായത്തിൻ്റെ 13-14. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കും. നിന്റെ മുൻവാഴ്ചക്കാരനോട് ഞാൻ എൻ്റെ കൃപ എടുത്തു കളഞ്ഞതുപോലെ അവനോട് അതിനെ എടുത്തു കളയുകയില്ല. ഞാൻ അവനെ എൻ്റെ ആലയത്തിലും എൻ്റെ രാജ്യത്വത്തിലും എന്നേക്കും നിലനിർത്തും.
അവൻ്റെ സിംഹാസനവും എന്നേക്കും സ്ഥിരമായിരിക്കും. നോക്കണേ, ദൈവം ഇതാണ് അർത്ഥമാക്കുന്നത്. ഈ ഭൂമിയിൽ ദൈവം ഒരു രാജ്യം സ്ഥാപിക്കും. ആ രാജ്യം സ്ഥാപിക്കുവാനാണ് യേശുക്രിസ്തു വരുന്നത്. 15-ാം വാക്യത്തിൽ കാണുന്നത്, ഈ വാക്കുകളും ഈ ദർശനവും എല്ലാം നാഥാൻ ദാവീദിനോട് പ്രസ്താവിച്ചു. അതെ, ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഈ സംഭവം മുഴുവൻ 2 ശമൂവേൽ 7-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇത് പ്രധാനപ്പെട്ട കാര്യമെന്ന് ദൈവം കരുതിയതിനാൽ വീണ്ടും ഇവിടെ ആവർത്തിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതെ, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. 16-ാം വാക്യത്തിൽ, അപ്പോൾ ദാവീദ് രാജാവ് അകത്തിയെന്ന് യഹോവയുടെ സന്നിധിയിൽ ഇരുന്ന് പറഞ്ഞു, എന്തെന്നാൽ യഹോവയായ ദൈവമേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ? എൻ്റെ ഗ്രഹവും എന്തുള്ളൂ? ദാവീദിൻ്റെ പ്രതികരണം ശ്രദ്ധിക്കുക. ദൈവമേ, എന്നോടുള്ള നിൻ്റെ നന്മയും നിൻ്റെ കരുണയും ദയയും എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. അതെ, ഇത് തന്നെയാണ് നമുക്കും പറയാൻ സാധിക്കുന്നില്ലേ? എന്തുകൊണ്ടാണ് ദൈവം താങ്കളോടും എന്നോടും ഇത്രമാത്രം കരുണ കാണിക്കുന്നത്? അവിടുന്ന് എന്തുകൊണ്ട് താങ്കൾക്കും എനിക്കും ഇത്രമാത്രം നന്മ ചെയ്തിരിക്കുന്നത്? നമ്മുടെ ദൈവം കരുണാസമ്പന്നനാണ്. അവൻ്റെ കരുണയ്ക്ക് ഒരു കുറവുമില്ല. അവൻ്റെ വചനത്തിൽ കൂടി കൂടുതൽ അവനോട് അടുത്ത് ബന്ധം പുലർത്തുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നില്ലേ? അവനെ കൂടുതൽ അറിയുവാൻ കഴിയുന്നതായിട്ടുള്ളൊരവസ്ഥ. 17-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നു, ദൈവമേ, ഇതും പോരാ എന്ന് തോന്നിയിട്ട് യഹോവയായ ദൈവമേ, വരുവാനുള്ള ദീർഘകാലത്തേക്ക് അടിയൻ്റെ ഗ്രഹത്തെക്കുറിച്ചും നീ അരുളി ചെയ്യുകയും ശ്രേഷ്ഠ പദവിയിലുള്ള മനുഷ്യൻ്റെ അവസ്ഥയ്ക്കൊത്തവണ്ണം എന്നെ ആദരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് ഒരു ശ്രദ്ധേയമായ പ്രസ്താവനയാണ്. ഒരാളെ അവർ പ്രതീക്ഷിക്കുന്നു. അവൻ സ്ത്രീയുടെ സന്തതിയായിരിക്കും. അവൻ അബ്രഹാമിൻ്റെ പരമ്പരയിൽപ്പെട്ടവനായിരിക്കണം. അവൻ യഹൂദ ഗോത്രത്തിൽ ഉൾപ്പെട്ടവനായിരിക്കണം. ഇവിടെ പറയുന്നത് അവൻ ദാവീദിൻ്റെ കുടുംബത്തിൽപ്പെട്ടവനായിരിക്കണമെന്നത്രേ. തൻ്റെ വംശത്തിൽപ്പെട്ടവനാണ് മശിഹ എന്ന കാര്യത്തിൽ ദാവീദ് വളരെയധികം സംതൃപ്തനാണ്. 18-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നാം കാണുന്നത്, അടിയന് ചെയ്ത ബഹുമാനത്തെക്കുറിച്ച് ദാവീദിന് എന്തു പറയേണ്ടു? നീ അടിയനെ അറിയുന്നുവല്ലോ. നല്ല ഒരു പ്രാർത്ഥനയല്ലേ? ദാവീദ് തൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ മുൻപിൽ പകർന്നു. ഇപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ഒന്നും തന്നെ പറയുവാനില്ലാത്ത ഒരു അവസ്ഥയാണ്. അത്രമാത്രം ദൈവത്തോടുള്ള നന്ദി. അവൻ ദൈവം മുൻപാകെ വെറുതെ അങ്ങ് ഇരിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. 19-ാം വാക്യത്തിൽ കാണുന്ന, യഹോവേ, അടിയൻ നിമിത്തവും നിൻ്റെ പ്രസാദപ്രകാരവും നീ ഈ മഹിമയൊക്കെയും പ്രവർത്തിച്ച് ഈ വൻകാര്യം എല്ലാം അറിയിച്ചു തന്നിരിക്കുന്നു. ദാവീദ് ഒരു നല്ല മനുഷ്യനായതുകൊണ്ടാണോ ദൈവം ഇതെല്ലാം അവന് വേണ്ടി ചെയ്തു കൊടുത്തത്? ഒരിക്കലുമല്ല സുഹൃത്തേ. ദാവീദ് എല്ലാം ഇപ്പോഴും നല്ല വ്യക്തിയായിരുന്നില്ല. ഞാനും നിങ്ങളും നല്ലവരായതുകൊണ്ടല്ല ദൈവം നമ്മെ രക്ഷിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ദൈവം തൻ്റെ അത്ഭുതകരവും അനന്തവുമായ കൃപയാലാണ് നമ്മെ രക്ഷിച്ചത്. അവൻ നമുക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. നമ്മുടെ നന്മ കൊണ്ടൊന്നുമല്ല, പിന്നെയോ അവിടുത്തെ നന്മ മൂലം ദൈവം തന്നോട് പറഞ്ഞ കാര്യം നിമിത്തം ദാവീദ് വളരെ സന്തുഷ്ടനായി തീർന്നു. അവൻ ആ മനോഹരമായ സങ്കീർത്തനങ്ങൾ പാടുവാൻ അവന് സാധിച്ചത് ഈ നന്മ അനുഭവിച്ചപ്പോൾ ഉണ്ടായ നന്ദി കൊണ്ടാണ്. 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, ഞങ്ങൾ സ്വന്തം ചെവി കൊണ്ട് കേട്ടതൊക്കെയും ഓർത്താൽ യഹോവേ, നിന്നെപ്പോലെ ഒരുത്തനുമില്ല, നീ അല്ലാതെ ഒരു ദൈവവുമില്ല. അതേ സുഹൃത്തെ, ഇങ്ങനെയുള്ള ഒരു ദൈവം നമുക്കുണ്ടായിരിക്കുക എന്നത് എത്ര മനോഹരമായ കാര്യമാണല്ലേ? 21-22 വാക്യങ്ങളിൽ, മിസ്രൈമിൽ നിന്ന് നീ ഉദ്ധരിച്ച നിൻ്റെ ജനത്തിൻ്റെ മുൻപിൽ നിന്ന് ജാതികളെ നീക്കിക്കളകയിൽ വലിയതും ഭയങ്കരവുമായ കാര്യങ്ങളാൽ നിനക്കൊരു നാമം സമ്പാദിക്കേണ്ടതിന് ദൈവമേ, നീ ചെന്ന് നിനക്ക് സ്വന്തം ജനമായി വീണ്ടെടുത്ത നിൻ്റെ ജനമായ ഇസ്രായേലിനെ പോലെ ഭൂമിയിൽ ഏതൊരു ജാതിയുള്ളൂ? നിൻ്റെ ജനമായ ഇസ്രായേലിനെ നീ എന്നേക്കും നിനക്ക് സ്വന്തം ജനമാക്കുകയും യഹോവേ, നീ അവർക്ക് ദൈവമായി തീരുകയും ചെയ്തുവല്ലോ. അതെ, ദൈവം ഇസ്രായേൽ ജനത്തോട് എത്രമാത്രം കൃപ കാട്ടി എന്ന കാര്യം ഓർത്ത് ദാവീദ് അത്ഭുതപ്പെടുന്നു. ഒന്നാമത്, ദൈവം തൻ്റെ സ്വന്തം ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓർത്ത് അവൻ ദൈവത്തിന് നന്ദി പറയുന്നു. മാത്രമല്ല, തൻ്റെ ജനത്തോട് അവൻ കാട്ടിയതായ ആ വലിയ കാര്യങ്ങളെ, ദയയോർത്ത്, കരുണയോർത്ത് ദാവീദ് ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇനിയും നമുക്ക് 18-ാം അധ്യായത്തിലേക്ക് പ്രവേശിച്ച് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും നോക്കാം. ദിനവൃത്താന്ത പുസ്തകത്തിൽ ദൈവിക വീക്ഷണമാകുന്നു നമുക്ക് ലഭിക്കുന്നത് എന്നാണല്ലോ പ്രാരംഭത്തിൽ പഠിച്ചത്. എന്നാൽ യുദ്ധങ്ങൾ ഈ വ്യാഖ്യാനത്തോട് എങ്ങനെ യോജിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കാനിടയുണ്ട്. അതിനോടുള്ള ബന്ധത്തിൽ ഏതാനും കാര്യങ്ങൾ മുഖവരയായി ചിന്തിച്ചിട്ട് 18-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കാരണം ഈ അധ്യായത്തിൽ നാം ദാവീദിൻ്റെ യുദ്ധങ്ങളെക്കുറിച്ച് വായിക്കുന്നു. ചരിത്രം ദൈവം കാണുമ്പോൾ യുദ്ധങ്ങൾ അതിൽ ഉൾപ്പെടുന്നുണ്ടോ എന്ന ചോദ്യം
അത് നമുക്കൊരുമിച്ചൊന്ന് ചിന്തിക്കാം. പുതിയ നിയമത്തിൽ യാക്കോബിൻ്റെ ലേഖനത്തിൽ വളരെ പ്രായോഗികമായ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അല്ല, യാക്കോബിൻ്റെ ലേഖനം മുഴുവൻ അങ്ങനെയാണല്ലോ, വളരെ പ്രായോഗികമായ പല കാര്യങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു ലേഖനം. ഈ പറയുന്ന ചോദ്യം നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന് എന്നുള്ളതാണ്. യാക്കോബ് ഈ ചോദ്യം ചോദിക്കുക മാത്രമല്ല, അതിന് ഉത്തരവും നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ? നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല, നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല, നിങ്ങൾ കലഹിക്കുകയും ശണ്ഠയിടുകയും ചെയ്തിട്ട് യാചിക്കായി കൊണ്ട് കിട്ടുന്നില്ല. 4-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. വേറെ വിധത്തിൽ പറഞ്ഞാൽ, യുദ്ധത്തിൻ്റെ പശ്ചാത്തലം പാപപൂർണമായ ഹൃദയമാണ്. മനുഷ്യഹൃദയത്തിലെ പാപമാണ് കലഹത്തിനും ശണ്ഠയ്ക്കുമെല്ലാം പിന്നിലുള്ളത് എന്ന കാര്യം നാം എപ്പോഴും ഓർത്തിരിക്കണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: ബലവാൻ ആയുധം ധരിച്ച് തൻ്റെ അരമന കാക്കുമ്പോൾ അവൻ്റെ വസ്തുവക ഉറപ്പോടെയിരിക്കുന്നു. അവനിലും ബലവാനായവൻ വന്ന് അവനെ ജയിച്ചു എങ്കിലോ അവൻ ആശ്രയിച്ചിരുന്ന സർവായുധവർഗം പിടിച്ചു പറിച്ച് അവൻ്റെ കൊള്ള പകുതി ചെയ്യുന്നു. ലൂക്കോസിന് സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 21-22 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. എന്തുകൊണ്ടാണ് നമ്മുടെ കർത്താവ് അപ്രകാരം പറഞ്ഞത്? ശത്രുക്കൾ എല്ലായിടത്തും ഉള്ളതുകൊണ്ട്. നാം എല്ലാ വിധത്തിലും അനുകൂലമായ സാഹചര്യത്തിലല്ല ജീവിക്കുന്നത്. സമാധാന പ്രഭുവിനു മാത്രമേ ഈ ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കുവാൻ കഴിയുകയുള്ളൂ. അവൻ വരുന്നതുവരെയും നാം ആ സമാധാനത്തിനായി കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ലോകവ്യാപകമായൊരു സമാധാനം. എന്നാൽ നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് ആ സമാധാനം പ്രാപിക്കുവാൻ സാധിക്കും. മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞ ഉടനെ തന്നെ ദൈവം പിശാചിനോട് ഇപ്രകാരം പറഞ്ഞു: ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. അത് മാറ്റുവാൻ നമ്മെക്കൊണ്ട് ആരെക്കൊണ്ടും സാധിക്കുകയില്ല. ഈ ഭൂമിയിൽ നിന്ന് പാപം മാറ്റപ്പെടുന്നത് വരെ, എല്ലാ തിന്മയും ഇല്ലാതാകുന്നത് വരെ ഇവിടെ യുദ്ധങ്ങളുണ്ടായിരിക്കും. യുദ്ധങ്ങൾ പാപമാകുന്ന ദേശത്തിൻ്റെ ലക്ഷണമാകുന്നു. പാപരോഗത്തിൻ്റെ ലക്ഷണമാണ് യുദ്ധം. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. ദൈവം അനുഗ്രഹിച്ച മനുഷ്യനായിരുന്നു ദാവീദ്. അതിൻ്റെ ഫലമായി ദാവീദിന് ചുറ്റുപാടും അനേകം ശത്രുക്കളും ഉണ്ടായിരുന്നു. ദാവീദിൻ്റെ രാജ്യം പോലും യുദ്ധങ്ങളുള്ള ലോകത്തിലായിരുന്നു എന്ന് ദൈവം നമ്മെ അറിയിക്കുക ചെയ്യുന്നത്. ഞാനും നിങ്ങളും അതുപോലെയുള്ള ഒരു ലോകത്തിൽ ജീവിക്കുന്നത് കൊണ്ട് നാം സൂക്ഷ്മതയുള്ളവരായിരിക്കേണ്ടത് ആവശ്യമാണ്. മനുഷ്യ ഹൃദയത്തിലെ പാപത്തിൻ്റെ ഫലമാണ് ശണ്ഠയും കലഹവും തിന്മയും യുദ്ധങ്ങളുമെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന വസ്തുത നാം മനസ്സിലാക്കിയിരിക്കണം. അതാണ് ദാവീദിൻ്റെ യുദ്ധങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കുമ്പോൾ ആദ്യമായി കാണുവാൻ കഴിയുന്നത്. ഇനിയും ആ യുദ്ധങ്ങളെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന ദേശക്കാർ ഇസ്രായേലിൻ്റെ നിത്യ ശത്രുക്കളായിരുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. ദേശം ശക്തിഹീനമായിരുന്നപ്പോഴെല്ലാം അവർ ഇസ്രായേലിനെ ആക്രമിക്കുകയും അവരെ കീഴടക്കുവാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. 18-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങളിൽ അതിൻ്റെ ശേഷം ദാവീദ് ഫെലിസ്ത്യരെ തോൽപ്പിച്ചടക്കി ഗത്തും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് പിടിച്ചു. പിന്നെ അവൻ മോവാബിനെ തോൽപ്പിച്ചു. മോവാബ്യർ ദാവീദിൻ്റെ ദാസന്മാരായി കാഴ്ച കൊണ്ടുവന്നു. സോബ രാജാവായ ഹദദ്സർ ഫ്രാത്ത് നദീതീരത്തിങ്കൽ തൻ്റെ ആധിപത്യം ഉറപ്പിപ്പാൻ പോയപ്പോൾ ദാവീദ് അവരെയും ഹമാത്തിൽ വെച്ച് തോൽപ്പിച്ചു കളഞ്ഞു. അവൻ്റെ വക 1000 രഥങ്ങളെയും 7000 കുതിരപ്പടയാളികളെയും 20,000 കാലാളുകളെയും ദാവീദ് പിടിച്ചു. ദാവീദ് അവയിൽ 100 രഥക്കുതിരകളെ വെച്ചുകൊണ്ട് ശേഷം രഥക്കുതിരകളെയൊക്കെയും കുതിഞ്ഞരമ്പ് വെട്ടിക്കളഞ്ഞു. എന്തുകൊണ്ടാണ് ദാവീദ് കുതിരകളെ വേണ്ട എന്ന് തീരുമാനിച്ചത്? അവരുടെ രാജാവ് കുതിരകളെയും ഭാര്യമാരെയും വർദ്ധിപ്പിക്കാൻ പാടില്ല എന്ന് ദൈവം തൻ്റെ ജനത്തോട് പറഞ്ഞിരുന്നു.
പിൽക്കാലത്ത് ദാവീദിൻ്റെ മകനായ ശലോമോൻ കുതിരക്കച്ചവടത്തിൽ ഏർപ്പെട്ടു. എന്നാൽ ദാവീദ് അങ്ങനെ ആയിരുന്നില്ല. ഇതെല്ലാം യുദ്ധത്തിൽ പിടിച്ചെടുത്തവയായിരുന്നു. ദാവീദിൻ്റെ മരണകാലത്ത് സ്വർണ്ണ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത് ഇസ്രായേൽ ആയിരുന്നു എന്ന് കരുതാവുന്നതാണ്. 7-8 വാക്യങ്ങളിൽ ഹദദസേറിൻ്റെ ദാസന്മാർക്കുണ്ടായിരുന്ന പൊൻപരിചകളെ ദാവീദ് എടുത്ത് യെരൂശലേമിലേക്ക് കൊണ്ടുവന്നു. ഹദദസേറിൻ്റെ പട്ടണങ്ങളായ തിബ്ഹാത്തിൽ നിന്നും കൂനിൽ നിന്നും അനവധി താമ്രവും കൊണ്ടുവന്നു. അതുകൊണ്ട് ശലോമോൻ താമ്രക്കടലും സ്തംഭങ്ങളും താമ്ര പാത്രങ്ങളും ഉണ്ടാക്കി. ശലോമോൻ ദൈവത്തിന് ആലയം പണിതത് ദാവീദ് ശേഖരിച്ചു വെച്ച സാധന സാമഗ്രികൾ ഉപയോഗിച്ചാണ്. ഹമാത്ത് രാജാവ് ദാവീദിന് സമ്മാനങ്ങൾ കൊടുത്തയച്ചതായും പറഞ്ഞിരിക്കുന്നു. കാരണം ദാവീദ് അവരുടെ ഇരുവരുടെയും പൊതു ശത്രുവിനെ തോൽപ്പിച്ചിരുന്നു. 18-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്നത്, ദാവീദ് രാജാവ് അവയെ താൻ ഏദോം, മോവാബ്, അമ്മോന്യർ, ഫെലിസ്ത്യർ, അമാലേക്ക് മുതലായ സകല ജാതികളുടെ പക്കൽ നിന്നും പിടിച്ചെടുത്ത വെള്ളിയോടും പൊന്നിനോടും കൂടെ യഹോവയ്ക്ക് വിശുദ്ധീകരിച്ചു. ഇസ്രായേലിൻ്റെ ഈ പഴയ ശത്രുക്കളുടെ മേലെല്ലാം ദാവീദ് ജയം പ്രാപിച്ചു. അതെ, ആ ദേശത്തെ രാജാവായിരിക്കണമെന്നുണ്ടെങ്കിൽ ശത്രുക്കളെ ഓടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന വസ്തുത ശ്രദ്ധിക്കുക. ഒരു ദൈവവൈതലിനും ഇന്ന് ശത്രുക്കളുണ്ട് എന്ന കാര്യം അറിയാമല്ലോ. നാം കാണുന്ന നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളല്ലത്. ഒരിക്കലും അങ്ങനെ നാം തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ ശത്രുക്കൾ ഈ കാണുന്ന മനുഷ്യരല്ല. ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചു കൊള്ളുവാൻ നമ്മോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ചുറ്റും കാണുന്ന മനുഷ്യരോട് പടവെട്ടുവാനായിട്ടല്ല. നമ്മുടെ ശത്രു ജഡരക്തങ്ങളോടുകൂടി ശത്രു അല്ല. നമ്മുടെ ശത്രു ആത്മീയ ശത്രുവാണ്. ഇത് നാം പ്രത്യേകം ഓർക്കണം. അതാണ് പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. ഞാനും നിങ്ങളും ഇതുപോലെയുള്ള ഒരു സാഹചര്യത്തിലാണ് ആയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ വെറുതെ നിന്നുകൊണ്ട് എല്ലാറ്റിനോടും പൊരുത്തപ്പെട്ടു പോകുവാൻ നമുക്ക് കഴിയില്ല. സത്യത്തിനു വേണ്ടി നാം നിലകൊള്ളേണ്ടത് ആവശ്യമാകുന്നു. നമുക്ക് ആത്മീയ ശത്രുക്കളോട് എതിർത്ത് ജയിക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. ഇനിയും 19-ാം അധ്യായത്തിലേക്കും കൂടി നമുക്ക് കടന്നു വന്ന് ചില കാര്യങ്ങൾ നോക്കാം. അമ്മോന്യരോടും അരാമ്യരോടുമുള്ള യുദ്ധമാകുന്നു നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 19-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യത്തിൽ, അതിൻ്റെ ശേഷം അമ്മോന്യരുടെ രാജാവായ നാഹാശ് മരിച്ചു, അവൻ്റെ മകൻ അവന് പകരം രാജാവായി. അപ്പോൾ ദാവീദ്, നാഹാശ് എനിക്ക് ദയ കാണിച്ചതുകൊണ്ട് അവൻ്റെ മകനായ ഹാനൂന് ഞാനും ദയ കാണിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ്റെ അപ്പനെക്കുറിച്ച് അവനോട് ആശ്വാസവാക്ക് പറവാൻ ദാവീദ് ദൂതന്മാരെ അയച്ചു. ദാവീദിൻ്റെ ദൂതന്മാർ അമ്മോന്യരുടെ ദേശത്ത് ഹാനൂൻ്റെ അടുക്കൽ അവനെ ആശ്വസിപ്പാൻ വന്നപ്പോൾ അമ്മോന്യ പ്രഭുക്കന്മാർ ഹാനൂനോട്, ദാവീദ് നിൻ്റെ അപ്പനെ ബഹുമാനിച്ചിട്ടാകുന്നു നിൻ്റെ അടുക്കൽ ആശ്വസിപ്പിക്കുന്നവരെ അയച്ചിരിക്കുന്നത് എന്ന് നിനക്ക് തോന്നുന്നുവോ? ദേശത്തെ പരിശോധിപ്പാനും മുടിപ്പാനും ഉറ്റുനോക്കുവാനും അല്ലയോ അവൻ്റെ ഭൃത്യന്മാർ നിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അമ്മോന്യർ ഇസ്രായേലിൻ്റെ ഒരു ശത്രുവായിരുന്നു. യുദ്ധം ചെയ്യുവാൻ ദാവീദിന് താല്പര്യമുണ്ടായിരുന്നില്ല. ആക്രമിക്കുകയല്ല, പിന്നെയോ പ്രതിരോധം മാത്രമായിരുന്നു ദാവീദിൻ്റെ താല്പര്യം. ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കുവാനാണ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടിയാണ് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കേണ്ടത്? മുന്നേറുന്നതിന് വേണ്ടിയാണോ? അല്ല, പിന്നെയോ നാം അത് ധരിച്ചുകൊണ്ട് നിൽക്കുക മാത്രമാണ് വേണ്ടത്. ഇത് വളരെ പ്രധാനപ്പെട്ട വസ്തുതയത്രേ. ഇന്ന് അനേകർ നിൽക്കുവാൻ തയ്യാറാകുന്നില്ല എന്നതത്രേ ഇക്കാലത്തിലെ ഏറ്റവും ദയനീയമായ കാര്യം. പഴയ സ്നേഹബന്ധത്തിനും ദയയ്ക്കും പകരം ചെയ്യുവാനുള്ള താല്പര്യത്തോടെ അമ്മോന്യ രാജാവായ നഹാശിൻ്റെ മരണവിവരം അറിഞ്ഞ് ദാവീദ് നഹാശിൻ്റെ മകനായ ഹാനൂൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. സംഭവിച്ചത് എന്താണെന്ന് കണ്ടല്ലോ. ഇവർ ഇവിടെ വലിയ ഗൗരവമേറിയ ഒരു ആരോപണമാണ് കൊണ്ടുവരുന്നത്. ഈ ദൂതന്മാർക്കെതിരായി ആരോപിക്കുന്നത് തെറ്റാണ്. ദാവീദ് നിന്റെ സ്നേഹിതനല്ല, നിന്റെ അപ്പൻ്റെ സ്നേഹിതനുമായിരുന്നില്ല. ദാവീദ് ഇവരെ ദേശം ഉറ്റുനോക്കുന്നതിനാണ് അയച്ചിരിക്കുന്നത് എന്നത്രേ ഈ ആളുകൾ പറയുന്നത്. അനന്തരം അവർ ദാവീദിൻ്റെ ദൂതന്മാരോട് എന്ത് ചെയ്തു എന്ന് നോക്കുക. 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അപ്പോൾ ഹാനൂൻ ദാവീദിൻ്റെ ദൂതന്മാരെ പിടിച്ച് ക്ഷൗരം ചെയ്യിച്ചു. അവരുടെ അങ്കികളെ നടുവിൽ ആസനം വരെ മുറിച്ച് കളഞ്ഞു വിട്ടേച്ചു. അവർ അവരെ ക്ഷൗരം ചെയ്യിച്ചു. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം അത് നിന്ദാർഹമായ ഒരു കാര്യമായിരുന്നു. അവൻ്റെ താടി കത്തിരിക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒരു യഹൂദനോട് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്.
എന്ന് മാത്രമല്ല, അവർ അവരുടെ വസ്ത്രം കീറുകയും ചെയ്തു. അവർക്ക് അപമാനം ഉണ്ടാക്കുന്ന സംഗതികളായിരുന്നു ഇവ രണ്ടും. ആ അവസരത്തിൽ ഈ ദൂതന്മാർ എന്ത് വിചാരിച്ചു എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇത് അവഗണിച്ച് കളയാവുന്ന ഒരു കാര്യമായിരുന്നില്ല. ദാവീദ് കോപിഷ്ഠനായ ഒരു മനുഷ്യനായിരുന്നു. 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ചിലർ ചെന്ന് ആ പുരുഷന്മാരുടെ വസ്തുത ദാവീദിനെ അറിയിച്ചു. അവർ ഏറ്റവും ലജ്ജിച്ചിരിക്കിയാൽ അവൻ അവരെ എതിരേൽപ്പാൻ ആളയച്ചു. നിങ്ങളുടെ താടി വളരുന്നതുവരെ യെരിഹോവിൽ പാർത്തിട്ട് മടങ്ങി വരുവീൻ എന്ന് രാജാവ് പറയിച്ചു. ഈ ദൂതന്മാർ അപമാന ഭീതിയാൽ യെരുശലേമിലേക്ക് വരുവാൻ താല്പര്യപ്പെടാഞ്ഞതുകൊണ്ട് ദാവീദ് അവരെ കാണുവാനായിട്ട് യെരിഹോവിലേക്ക് ചെന്നു. അവിടെ താടി വളരുന്നത് വരെ യെരിഹോവിൽ പാർക്കുവാൻ ദാവീദ് അവരോട് ഉപദേശിക്കുന്നു. തൻ്റെ ദൂതന്മാരോട് ഈ ഹാനൂൻ ചെയ്തതിനെക്കുറിച്ച് ദാവീദ് പറഞ്ഞ വർത്തമാനം അമ്മോന്യർ അറിയുവാനിടയായി. 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, തങ്ങൾ ദാവീദിന് വെറുപ്പായി എന്ന് അമ്മോന്യർ കണ്ടപ്പോൾ ഹാനൂനും അമ്മോന്യരും മെസൊപ്പൊത്താമ്യയിൽ നിന്നും മയാഖയോട് ചേർന്ന അരാമിൽ നിന്നും സോബയിൽ നിന്നും രഥങ്ങളെയും കുതിരപ്പടയാളികളെയും 1000 താലന്ത് വെള്ളി കൊടുത്ത് കൂലിക്ക് വാങ്ങി. ദാവീദ് ആക്രമണത്തിന് ഒരു ജനത്തിന് പകരം അമ്മോന്യരുടെ ഈ പുതിയ രാജാവാണ് യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതായി നാം കാണുന്നത്. ദാവീദിനെ നിഷ്കാസനം ചെയ്യുവാൻ തനിക്ക് കഴിയുമെന്ന് കാണിക്കുവാനാണ് അവൻ താല്പര്യപ്പെടുന്നത്. ദാവീദിൻ്റെ ദൂതന്മാരെ നിന്ദിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തപ്പോൾ ഇതായിരുന്നു അവൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എന്നത്ര എൻ്റെ വിശ്വാസം. അങ്ങനെ അവൻ അരാമിൽ നിന്നും സൈന്യത്തെ കൂലിക്ക് വിളിക്കുന്നതായി കാണുന്നു. ദാവീദ് ഇതിനെക്കുറിച്ച് കേട്ടപ്പോൾ അവൻ പ്രവർത്തന നിരതനായി കാണുന്നു. 8 മുതലുള്ള വാക്യങ്ങളിൽ ദാവീദ് അത് കേട്ടപ്പോൾ യോവാബിനെയും വീരന്മാരുടെ സകല സൈന്യത്തെയും അയച്ചു. അമ്മോന്യ പുറപ്പെട്ട് പട്ടണത്തിൻ്റെ പടിവാതുക്കൽ പടയ്ക്ക് അണിനിരന്നു വന്ന രാജാക്കന്മാരോ തനിച്ച് വെളിംപ്രദേശത്തായിരുന്നു. തൻ്റെ മുൻപിലും പിൻപിലും പട നിരന്നിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ യോവാബ് എല്ലാ ഇസ്രായേൽ വീരന്മാരിൽ നിന്നും ആളുകളെ തെരഞ്ഞെടുത്തു അരാമ്യർക്കെതിരെ അണിനിരത്തി. അരാമ്യരുടെ സൈന്യം നല്ല സൈന്യമായിരുന്നു. അതുകൊണ്ട് അവർക്കെതിരെ യോവാബ് ഏറ്റവും സമർത്ഥരായ പടയാളികളെയാണ് അണിനിരത്തുവാൻ തിരഞ്ഞെടുത്തത്. അരാമ്യർ വടക്ക് നിന്നും അമ്മോര്യർ തെക്ക് നിന്നുമാണ് വരുന്നത്. 11-12 വാക്യങ്ങളിൽ നാം കാണുന്നത്, ശേഷം പടജനത്തെ അവൻ തൻ്റെ സഹോദരനായ അബീശായിയെ ഏൽപ്പിച്ചു. അവർ അമ്മോന്യർക്കെതിരെ അണിനിരന്നു. പിന്നെ അവൻ, അരാമ്യർ എൻ്റെ നേരെ പ്രാബല്യം പ്രാപിച്ചാൽ നീ എനിക്ക് സഹായം ചെയ്യണം, അമ്മോന്യർ നിൻ്റെ നേരെ പ്രാബല്യം പ്രാപിച്ചാൽ ഞാൻ നിനക്ക് സഹായം ചെയ്യും. യോവാബിൻ്റെ യുദ്ധതന്ത്രം നന്നായിരുന്നു. അവർ ആവശ്യമെന്ന് കണ്ടാൽ പരസ്പരം സഹായിപ്പാനായി തീരുമാനമെടുക്കുന്നു. ഏറ്റവും ശക്തമായ ആക്രമണമുള്ള സ്ഥാനത്തെ കേന്ദ്രീകരിക്കുകയായിരുന്നു അവരുടെ തന്ത്രം. നാം താഴ്ത്ത് വായിക്കുമ്പോൾ യുദ്ധത്തെക്കുറിച്ച് നാം വായിക്കുന്നു. 16 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ദാവീദിന് യുദ്ധം ചെയ്യുവാനുള്ള താല്പര്യമില്ലായിരുന്നു എന്ന് കാണും. ഈ പുസ്തകത്തിൽ ദൈവിക കാഴ്ചപ്പാടാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. ദാവീദ് അമ്മോന്യരുമായി സമാധാനത്തിലായിരിക്കാനാണ് താല്പര്യപ്പെട്ടിരുന്നത്. ഇത് ദൈവം വ്യക്തമാക്കുന്നു. അമ്മോന്യരോട് യുദ്ധം ചെയ്യുവാൻ ദാവീദിന് ഉദ്ദേശമില്ലായിരുന്നു. തനിക്കെതിരായി ഒരു സൈന്യത്തെ സജ്ജീകരിച്ചപ്പോൾ അവർക്കെതിരെ ദാവീദ് യോവാബിനെ അയച്ചത് അവരെ ഓടിക്കുവാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അതുകൊണ്ട് യുദ്ധം അവസാനിച്ചില്ല. ശത്രുക്കൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ സൈന്യത്തെ വരുത്തി ഇസ്രായേലിനെതിരായി വരികയാണ് അവർ ചെയ്യുന്നത്. ഇപ്രാവശ്യം ദാവീദ് തന്നെയാണ് യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ദാവീദ് യുദ്ധത്തിന് നേതൃത്വം കൊടുത്താൽ അത് വിജയത്തിലേ കലാശിക്കുകയുള്ളൂ എന്നത് എത്ര ചിന്തിപ്പിക്കുന്ന കാര്യമാണല്ലേ. ഇസ്രായേലിൻ്റെ ആ ചരിത്രത്തിലെ ഈ ഭാഗം വായിക്കുന്ന ചിലർ ചിന്തിക്കും ദൈവം രക്തച്ചൊരിച്ചിലിൻ്റെ ദൈവമാണെന്ന്. എന്നാൽ അങ്ങനെയല്ല. മനുഷ്യജീവനെ രക്ഷിക്കുന്നത് എപ്രകാരമെന്ന് ദൈവത്തിനറിയാം. ആക്രമണകാരിയെ തോൽപ്പിച്ച് കീഴടക്കി വിജയിക്കുന്നതാണ് ആ മാർഗം. നാം ഒരു പാപ ലോകത്തിലാണ് ജീവിക്കുന്നത്. ഇതൊരു മൃഗീയ ലോകമാണ് എന്ന് പറയുന്നതായിരിക്കും ശരി. ഈ ഭൂമിയിൽ എല്ലാ കാര്യങ്ങളും വേണ്ടതുപോലെ ശരിയായിട്ടല്ല നടക്കുന്നത് എന്നോർക്കണം. വ്യക്തിപരമായ വിശ്വസ്തതയോ സത്യസന്ധതയോ കാണുവാൻ കഴിയാത്ത ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. നാം ഒരു പാപപങ്കുലമായ ലോകത്തിലാകുന്നു ജീവിക്കുന്നത് എന്ന കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടതത്ര. നിയമം നടപ്പാക്കുകയും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്നാൽ പലപ്പോഴും നാം കാണുന്നത് മറിച്ചാണ്. നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നു, കുറ്റവാളികൾ രക്ഷപ്പെടുന്നു. ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ദൈവം പ്രവർത്തിച്ചേ മതിയാകൂ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരിക്കലും നിരപരാധി ശിക്ഷിക്കപ്പെടുവാൻ പാടില്ല.
എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ദൈവത്തിൻ്റെ വഴികളിൽ നാം മുൻപോട്ട് പോകുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. ദൈവവഴികളിൽ മുൻപോട്ട് പോകുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. നമ്മെ ദൈവം അതിനാണ് വിളിച്ചിരിക്കുന്നത്. ദൈവവഴികളിൽ പോകുന്നതാണ് അനുഗ്രഹം. ഇന്നത്തെ ഈ പഠനം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. തുടർന്നും ദൈവകൃപയെ അനുഭവിക്കുവാൻ ദൈവവചനം ക്രമമായി പഠിച്ചാട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറൊരു വിഷയവുമായി വീണ്ടും കാണാം. അതുവരെ ദൈവം നിങ്ങളോട് കൂടി ഇരിക്കട്ടെ.